ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് ഏകീകരിച്ച് താരിഫ് ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനം. 600 രൂപ മുതൽ 2500 രൂപ വരെയാണ് വിവിധ ആംബുലൻസുകൾക്ക് നിരക്കുകൾ. BPL വിഭാഗക്കാർക്കും ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഇളവ് ഉണ്ടാകും. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് പ്രഖ്യാപിക്കുന്നത്. 10 കിലോമീറ്ററാണ് പരിധി. ICU സംവിധാനമുള്ള ആംബുലൻസിന് മിനിമം ചാർജ് 2500 രൂപയാണ്. പിന്നീട് വരുന്ന ഓരോ കിലോമീറ്ററിനും അധിക ചാർജായി 50 രൂപ നിരക്ക് ഏർപ്പെടുത്തും. വെയിറ്റിംഗ് ചാർജ് ആദ്യ മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും 350 രൂപ നൽകണം. വെന്റിലേറ്റർ ഇല്ലാത്ത ഓക്സിജൻ സൗകര്യമുള്ള AC ആംബുലൻസിന് 1500 രൂപയാണ് മിനിമം ചാർജ്. അധികം ഓടുന്ന ഓരോ കിലോമീറ്ററിനും 40 രൂപയും വെയിറ്റിംഗ് ചാർജ് 200 രൂപ വീതവും. നോൺ IC ആംബുലൻസ് ട്രാവലർ മിനിമം ചാർജ് 1000 രൂപ, വെയിറ്റിംഗ് ചാർജ് 200 രൂപയും അധിക കിലോമീറ്ററിന് 30 രൂപയും. ചെറിയ ആംബുലൻസ് ACക്ക് 800 രൂപയും വെയിറ്റിംഗ് ചാർജിന് 200 രൂപ വീതവും അധിക കിലോമീറ്ററിന് 25 രൂപയുമാണ് നിരക്ക്. AC ഇല്ലാത്ത ചെറിയ ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് 600 രൂപ നൽകിയാൽ മതി. വെയിറ്റിംഗ് ചാർജ് 150 രൂപ വീതവും അധിക കിലോമീറ്ററിന് 20 രൂപയുമാണ് താരിഫ്. 10 കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി. 10 കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ 10 കിലോമീറ്ററിനകത്താണെങ്കിൽ ഒരു റിട്ടേൺ വരണമല്ലോ. ഈ 10 + 10 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വെച്ചേക്കുന്ന അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. അപകടം നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായി എത്തിക്കും. അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ്. ഓരോ ആംബുലൻസിന്റെയും താരിഫ് നിരക്കിന്റെ വിവരം വണ്ടിയിൽ പ്രസിദ്ധപ്പെടുത്തണം. BPL കാർഡ് ഉടമകൾക്ക് 20% ഇളവ് ലഭിക്കും. ക്യാൻസർ രോഗികൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും കിലോമീറ്ററിന് 2 രൂപ നിരക്കിൽ കുറച്ചു കൊടുക്കും. പരാതി അറിയിക്കാൻ വാട്സാപ്പ് നമ്പരും ഉണ്ടാകും. ആംബുലൻസ് ഡ്രൈവർമാർക്ക് പരിശീലനവും യൂണിഫോമും ഏർപ്പെടുത്താനും തീരുമാനമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.